അപ്പോൾ നമുക്കിന്ന് ഫൗസ് ബേബിയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പം എല്ലാവരും ആദ്യമേ പോയി. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ജസ്റ്റ് നടന്ന് നേരെ കാണുന്ന ആ വെള്ളം പെയിൻ്റടിച്ച മതിലാണ് അവരുടെ വീട്. അപ്പോൾ അക്കിനി അവിടെ ചെന്നിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ കേക്കൊക്കെ മുറിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ബർത്ത്ഡേ ബോയെ കാണിച്ചു തരാം. അവനാണെങ്കിൽ രാവിലെ തൊട്ടേ ഭയങ്കര കരച്ചിലാണ്, ഡ്രസ്സ് ഇടാനോ ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇതാണ് കേക്ക്. കുറച്ച് സമയം കഴിഞ്ഞ് ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വിളിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മളെ ബന്ധുക്കൾ മാത്രമുള്ള ഒരു ചെറിയൊരു ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ആഗ്രഹമായിരുന്നു മോൻ്റെ ബർത്ത്ഡേക്ക് എടുക്കണമെന്ന്. അങ്ങനെ ഫൗസിൻ്റെ ഉപ്പയും ഉമ്മയും കൂടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നാണ് ഈ ഒരു കൊല്ലം പോയത്. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും കഴിഞ്ഞു. ഫൗസിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു. കാരണം ഈ ഒരു കൊല്ലം എങ്ങനെ പെട്ടെന്ന് പോയെന്ന് തന്നെ നമുക്കൊരു അത്ഭുതമായിരുന്നു. ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അടുത്തേക്ക് ഞാൻ വീഡിയോ ആണ് എടുക്കണമെന്ന് മനസ്സിലായിട്ട് ഒരാളത് പെട്ടെന്ന് കണ്ണാടിയൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് ഭയങ്കര അഭിനയമാണ്. അപ്പോൾ ഇല്ലാത്ത ബർത്ത്ഡേ ആകുമ്പോൾ എന്താ ഒന്നും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആരും അവനെ മൈൻഡ് ചെയ്യില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ തന്നെ പിന്നെ നിർത്തി. അപ്പോൾ ഇർഫാൻ ഞാൻ രാവിലെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് അവനെ കാണുന്നത്. അപ്പോൾ പിള്ളേർക്ക് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഫൗസുവിൻ്റെ വാപ്പയും മാമച്ചിയും ഗൾഫിലാണ്. അപ്പോൾ അവരെ വല്ലാണ്ട് ഈ സമയത്ത് വല്ലാണ്ട് മിസ് ചെയ്ത്. മോൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയെങ്കിലും അവനെ ഇതുവരെ ഞാൻ ഇതിൽ നേരിട്ട് സംസാരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവനെ കൊണ്ടൊന്ന് മൈക്കിൽ കൂടെ പറയാൻ നോക്കി. പക്ഷെ അവൻ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവൻ മൈക്ക് വെച്ചിട്ട് എന്തിനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ക്ലിയർ ആവാത്തതുകൊണ്ടാണ് അവൻ്റെ വോയിസ് ഇവിടെ കൊടുക്കാത്തത്. അപ്പോൾ അവനും ആഗ്രഹമുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന്. ചെറിയ രീതിയിലാണെങ്കിലും വലിയ സന്തോഷത്തോടെയാണ് ഇന്നെല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ ശരിയെന്നാൽ.